Hi, welcome to Matcom. Matcom lecture സീരീസിൽ SLC കെമിസ്ട്രി ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ ചാപ്റ്റർ 2 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഗ്യാസ് ലോസ് കണ്ടു, മോൾ കോൺസെപ്റ്റിന്റെ ബേസിക് ഐഡിയ കണ്ടു, ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്ന് കണ്ടു, അവോഗാഡ്രോ നമ്പർ എന്താണെന്ന് കണ്ടു, നമ്പർ ഓഫ് പാർട്ടിക്കിൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആരംഭിച്ചിരുന്നു. എന്നാൽ നമ്മൾ കണ്ടു, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഐഡിയ 1 mole of any substance, 1 mole of any substance, 1 mole of any substance that is containing 6.022 into 10 raised to 23 particle. 1 mole of any substance containing 6.022 into 10 raised to 23 particle. ഒരു മോള് ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിനകത്ത് 6.022 into 10 raised to 23 particle ഉണ്ടാവും. അതായത് 1 mole of molecules എന്ന് പറഞ്ഞു, 1 mole of molecules എന്ന് പറഞ്ഞാൽ അതിനകത്ത് 6.022 into 10 raised to 23 molecules ഉണ്ടെന്നാണ് അർത്ഥം. ഈ 6.022 into 10 raised to 23 എന്ന് പറഞ്ഞ നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ. ദ നമ്പർ ഈസ് കോൾഡ് അവോഗാഡ്രോ നമ്പർ. നമ്മളിതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ എടുത്തത്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. ദാറ്റ് മീൻസ് 16 ഗ്രാം ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 6.022 into 10 raised to 23 ഓക്സിജൻ ആറ്റം. 6.022 into 10 raised to 23 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ആണ് 16 ഗ്രാം എന്ന് പറയുന്നത്. ഈ 16 ഗ്രാമിനെ നമുക്ക് വേറെ രീതിയിൽ വിളിക്കാം. ദാറ്റ് ഈസ് കോൾഡ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. ദാറ്റ് ഈസ് കോൾഡ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇൻ ദ സെയിം വേ നമ്മളൊരു ഓക്സിജൻ മോളിക്യൂൾ എടുക്കുവാണെങ്കിൽ, നമ്മളൊരു ഓക്സിജൻ മോളിക്യൂൾ എടുക്കുവാണെങ്കിൽ, ഓക്സിജൻ എന്ന് പറയുന്നത് ഡയാറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് ഒരു ഓക്സിജൻ മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അതായത് നമ്മൾ 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എടുത്താൽ, 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എടുത്താൽ അതിനകത്ത് 2 മോൾ ഓഫ് ഓക്സിജൻ ആറ്റം ഉണ്ടാവും. 2 മോൾ ഓഫ് ഓക്സിജൻ ആറ്റം ഉണ്ടാവും. അപ്പോൾ 1 മോൾ ഓഫ് ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 16 ഗ്രാം ആണ്. അപ്പൊ 2 മോൾ ഓഫ് ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 into 16 ഗ്രാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 ഗ്രാം. അപ്പൊ ഈ 32 ഗ്രാം എന്ന് പറയുന്നത് 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് oxygen. That is called 1 gram molecular mass of oxygen. 1 gram molecular mass of oxygen അകത്ത് 6.022 into 10 raised to 23 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവും. അല്ലെങ്കിൽ 2 into 6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുത്താൽ, ഇഫ് യു ആർ കൺസിഡറിങ് എ വാട്ടർ മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ മീൻസ് ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഓക്സിജൻ ആറ്റവും അതുപോലെ 2 ഹൈഡ്രജൻ ആറ്റവുമാണുള്ളത്. ഒരു ഓക്സിജൻ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റവുമാണുള്ളത്. അപ്പം നമ്മൾ 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ എടുത്ത്, 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടാവും, അതുപോലെ തന്നെ 2 മോള് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. 1 മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 16 ഗ്രാം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1 മോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 ഗ്രാം പ്ലസ്, അപ്പൊ 2 ഉണ്ടാവുമ്പോൾ 2 ഗ്രാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 18 ഗ്രാം. അപ്പം 18 ഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മോളിക്കുലർ മാസ് ഓഫ്, ഇറ്റ് ഈസ് ദ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ, ഓർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ. അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. 1 മോൾ വാട്ടർ മോളിക്യൂൾസിന്റെ മാസ് ആണ് 18 ഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏത് എക്സാമ്പിൾ എടുത്താലും അതിന്റെ ഗ്രാം മോളിക്കുലർ മാസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് അമോണിയ, ഒരു നൈട്രജൻ, 1 മോൾ നൈട്രജൻ എന്ന് പറയുന്നത് 14 ഗ്രാം, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ഗ്രാം. സോ 1 into 3 3, അപ്പം 14 + 3 17 ഗ്രാം. 17 ഗ്രാം എന്ന് പറയുന്നതാവും 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് അമോണിയ എന്ന് പറയും. 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് അമോണിയ എന്ന് പറയുന്നത് ഒരു അമോണിയ മോളിക്യൂളിന്റെ വെയിറ്റ് അല്ല. ഇതെന്ന് പറയുന്നത് 6.022 into 10 raised to 23 അമോണിയ മോളിക്യൂൾസിന്റെ വെയിറ്റ് ആണ്. 6.022 into 10 raised to 23 അമോണിയ മോളിക്യൂൾസിന്റെ വെയിറ്റ് ആണ്.
അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് നമ്പർ ഓഫ് ആറ്റംസ് present in 51 gram of ammonia. So എത്ര ആറ്റം ഉണ്ട്? 51 gram of ammonia. അപ്പോൾ നമുക്കറിയാം, if you are considering 1 mole of ammonia, 1 mole of ammonia വെയിറ്റ് എന്ന് പറയുന്നത് 17 gram ആണ്. അപ്പോൾ 51 gram എന്നത് എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് is equal to given mass divided by molecular mass. Given mass divided by molecular mass. തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 51 gram. 51 divided by 17. സോ നമ്മൾ 51 divided by 17 ചെയ്യുമ്പോൾ എത്ര മോൾസ് ഓഫ് അമോണിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എത്രയാണ്? 3 മോൾസ്. 3 മോൾസ് ഓഫ് അമോണിയ. കറക്റ്റ്. 3 മോൾസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ that is nothing but 3 into 6.022 into 10 raised to 23 molecules of ammonia. നമ്മൾ ഒരു അമോണിയ എടുത്താൽ അതിനകത്ത് എത്രയുണ്ട്? ഒരു അമോണിയയിൽ 4 ആറ്റം ഉണ്ട്. അപ്പോൾ 3 into 6.02 10 raised to 23 മൊത്തം 4 into 3 into 6.022 into 10 raised to 23 ആറ്റംസ് ഉണ്ടായിരിക്കും. കറക്റ്റ്. കാരണം ഒരു അമോണിയ മോളിക്യൂളിൽ 4 ആറ്റംസ് ഉണ്ട്. ദിസ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 12 into 6.022 into 10 raised to 23 ആറ്റംസ്. ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ചില സമയത്ത് ഇവർ വേറൊരു കാര്യം കൂടി എന്നത് ചെയ്യാറുണ്ട്. ഇവർ ചോദിക്കും ഫൈൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് കൂടി ചോദിക്കും. ഇപ്പൊ നമ്മുടെ നൈട്രജൻ നോക്കുമ്പോൾ നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അതായത് നൈട്രജനിൽ എത്രയാണ്? 7 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ എടുത്താൽ ഹൈഡ്രജൻ എത്രയുണ്ട്? 1 ഇലക്ട്രോൺ. അപ്പൊ 3 ഹൈഡ്രജൻ ആകുമ്പോൾ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരു അമോണിയ മോളിക്യൂൾ എടുത്താൽ അതിനകത്ത് മൊത്തം എത്രയുണ്ട്? 7 + 3 = 10 ഇലക്ട്രോൺസ് ഉണ്ട്. 7 + 3 = 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇത്രയും മൊത്തം ഇത്ര ആറ്റംസ് ഉണ്ടെങ്കിൽ ഇത്രയും മൊത്തം ആറ്റംസിന്റെ എണ്ണം ഇതാണെങ്കിൽ അപ്പൊ 3 into 6.02 10 raised to 23 molecules of ammonia ഉണ്ട്. അപ്പോൾ ഒരു മോളിക്യൂളിനകത്ത് 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മൊത്തം ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 into 6.022 into 10 raised to 23 into 10 ഇലക്ട്രോൺസ് എന്നുള്ളതായിരിക്കും എണ്ണം വരിക. പിന്നെ വരുമ്പോൾ 10 raised to 24 വരും. 10 raised to 23 into 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 raised to 24 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ക്ലിയർ? എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി. ഓക്കെ. സോ ഇനി ഇതിനകത്തുള്ള ഏറ്റവും അവസാനത്തെ കോൺസെപ്റ്റ് ആണ് ദ ലാസ്റ്റ് കോൺസെപ്റ്റ്. അതിനുശേഷം കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യുന്നതാവും. അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. ലാസ്റ്റ് കോൺസെപ്റ്റ്, ദ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ഗ്യാസ് ആൻഡ് നമ്പർ ഓഫ് മോൾസ്. The relation between the volume of gas and number of molecules. So ഈ ഒരു പർട്ടിക്കുലർ ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അവോഗാഡ്രോസ് ലോയിലാണ്. അവോഗാഡ്രോസ് ലോയിൽ എന്താണ് പറയുന്നത്? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുവാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും. സോ ഇതിൽ നിന്ന് വരുന്നൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ 1 മോൾ ഓഫ് എനി ഗ്യാസ്, നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസിന്റെ 1 മോൾ എടുത്താൽ, അതായത് 6.02 10 raised to 23 particles of any gas at same conditions of temperature and pressure contains same number of molecules and hence their volume will be the same. അതായത് if you are taking 1 mole of gas, 1 mole of any gas, if you are taking at the same conditions of temperature and pressure, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിട്ട് എടുത്താൽ,
പക്ഷെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ 1 മോൾ ഓഫ് പാർട്ടിക്കിൾ എടുത്തു കഴിയുമ്പോൾ അവിടെ പാർട്ടിക്കിളിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായാലും 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവുക. അപ്പോൾ എന്ത് സംഭവിക്കും? വോളിയം എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ടെമ്പറേച്ചറും പ്രഷറും മാറുന്നില്ല. നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? വോളിയം എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ സെയിം വോളിയം. സോ ദ വോളിയം ഈസ് ഗോയിങ് ടു ബി സെയിം. ആ ഒരു പർട്ടിക്കുലർ വോളിയത്തെ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. ദാറ്റ് പർട്ടിക്കുലർ വോളിയം ഈസ് കോൾഡ് മോളാർ വോളിയം. അതായത് നമുക്ക് 4 ഫാക്ടേഴ്സ് ആണുള്ളത്: ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആകുമ്പോൾ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് ആവുന്നു. നമ്മൾ 1 മോൾ ഓഫ് എനി ഗ്യാസ് എടുത്താൽ അതിനകത്തുള്ള പാർട്ടിക്കിളിന്റെ എണ്ണം എന്ന് പറയുന്നത് 6.0 to 10⁻23 മോളിക്കൂൾ. അപ്പോൾ മോളിക്കൂളിന്റെ എണ്ണം എന്ത് സംഭവിച്ചു? കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആയി. അപ്പോൾ മോളിക്യൂൾസിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വോളിയോ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിച്ച് വിൽ ബി ഓക്കുപ്പൈങ് സെയിം വോളിയം. ദാറ്റ് വോളിയത്തെ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ 1 അറ്റ്മോസ്ഫിയറും ആയിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ 1 അറ്റ്മോസ്ഫിയറും ആയിരിക്കുമ്പോൾ അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം, ദാറ്റ് മോളാർ വോളിയം വിൽ ബി ഈക്വൽ ടു 22.4 ലിറ്റേഴ്സ്. ദാറ്റ് ഈസ് കോൾഡ് 22.4 ലിറ്റേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് ദ കണ്ടീഷൻസ് ഓഫ് എസ് ടി പിയിൽ എടുത്താൽ നമ്മൾ 1 മോൾ ഹൈഡ്രജൻ എടുത്താൽ, 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് എടുത്താൽ, അല്ലെങ്കിൽ 1 മോൾ നൈട്രജൻ ഗ്യാസ് എടുത്താൽ, അല്ലെങ്കിൽ 1 മോൾ ഓക്സിജൻ ഗ്യാസ് എടുത്താൽ, അല്ലെങ്കിൽ 1 മോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എടുത്താൽ, ഇത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം അല്ലെങ്കിൽ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. കാരണം ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. 1 മോൾ ആയതുകൊണ്ട് പാർട്ടിക്കിൾ സെയിം ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഫൈൻ. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Calculate number of molecules present in 88 gram of carbon dioxide at STP. Also find volume occupied by the gas, at STP. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എസ് ടി പിയിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും, അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയായിരിക്കും. സോ നമുക്ക് എന്താണ് 88 ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇപ്പൊ എന്ത് വരും? കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് അറിയണം. കാർബൺ എന്ന് പറയുന്നത് 12, ഓക്സിജൻ 16 × 2 32, 32 + 12 44 ഗ്രാം. അപ്പൊ എന്ത് കിട്ടും? 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എന്ന് കിട്ടും. 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. അതായത് 44 ഗ്രാമിൽ 1 മോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 88 ഗ്രാമിൽ എത്ര മോൾ ഉണ്ടാവും? ദാറ്റ് ഈസ് ഈക്വൽ ടു 88 ഡിവൈഡ് ബൈ 44 ഈക്വൽ ടു 2 മോൾസ്. ഇപ്പൊ എന്ത് മനസ്സിലായി? 2 മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടെന്ന് മനസ്സിലായി. 2 മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 2 × 6.022 × 10⁻23 molecules of carbon dioxide. ക്ലിയർ? ഫൈൻ. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞത്. വോളിയം ഒക്കുപ്പൈഡ് അറ്റ് എസ് ടി പി. നമുക്കറിയാം 1 മോള് ഓഫ് എനി ഗ്യാസ് എസ് ടി പിയിൽ എത്ര വോളിയം വേണം? 22.4 ലിറ്റേഴ്സ് വേണം. ഇവിടെ നമുക്ക് എത്രയുണ്ട്? 2 മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് എസ് ടി പിയിൽ. ഇപ്പോൾ വോളിയം എന്ന് പറയുന്നത് 2 × 22.4 ലിറ്റർ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 44.8 ലിറ്റർ.
അപ്പോൾ അത് ഒക്കുപ്പ് ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 44.48 ലിറ്റർ ആയിരിക്കും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കെമിസ്ട്രിയിലെ SLC കെമിസ്ട്രിയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ചാപ്റ്ററുകളിൽ ഒന്നാണിത്. അത് നമ്മൾ 4 വീഡിയോ കൊണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ചോദിക്കാം. ഓക്കെ. അതുപോലെ തന്നെ മാത്സിൻ്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്, ഫിസിക്സിൻ്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ടീച്ചേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. As a token of gratitude, please like to this particular video, share with all your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.